നമ്മൾക്കിന്ന് രാവിലെ തന്നെ മിക്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ സൂര്യനൊക്കെ ഏതാ ഉദിച്ചു വരുന്നുണ്ട്. നമ്മുടെ വണ്ടിക്ക് എന്താ പണിയെന്ന് അറിയില്ല. ഇപ്പം രാവിലെ തന്നെ നമ്മുടെ മറ്റു വണ്ടികളൊക്കെ താർ മിക്സിന് വേണ്ടി പോയിട്ടുണ്ട്. ഹായ്, നമ്മൾക്കിന്ന് താറിൻ്റെ ലോഡൊന്നും ഇല്ല കേട്ടോ. നമ്മളിന്ന് GSBയുടെ മിക്സാണ് രാവിലെ തന്നെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇറ്റാച്ചി ഉപയോഗിച്ചിട്ട് നമ്മുടെ രഞ്ജിയേട്ടൻ വണ്ടിക്കകത്തോട്ട് സാധനം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ സാധനങ്ങളും ഇപ്പൊ തീർന്നു വരുന്നുണ്ട്. ഇതൊക്കെ ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. അവസാന ഘട്ടമാണ് ഇപ്പോ വാരിക്കോരി എടുക്കുന്നത്. നമ്മുടെ ലോഡർ ഇതാ ഇവിടെ കിടപ്പുണ്ട്. ലോഡ് എവിടത്തേക്കാന്ന് അറിയില്ല, ഇപ്പൊ ഓഫീസിൽ പറയണം. അപ്പോൾ നമ്മള് നമ്മുടെ ഫസ്റ്റ് ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിയിൽ GSB ആണ് കേട്ടോ. എന്താ കൂടെ നമ്മുടെ നിതിൻ CV ഉണ്ട്. നിതിൻ CV വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് ഷിറിയ പാലത്തിന്റെ അടുത്താണ് കേട്ടോ. ഷിറിയ പാലത്തിന്റെ അടുത്ത് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ബാക്കിയുണ്ട്. അപ്പൊ നേരെ നമുക്ക് ഷിറിയയിലൊക്കെ വിടാം. നമ്മളിപ്പോ പോയി മോർത്താന എത്തിയിട്ടുണ്ടേ. മോർത്താനെന്ന് നമ്മളിങ്ങനെ വെച്ച് പിടിക്കുകയാണ്. സമയം ഏതാണ്ട് 7:30 ആയിട്ടുണ്ട്. 7:30ക്ക് നമ്മൾ ലോഡ് കയറ്റി ഇതാ ഇവിടെ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഷിറിയ പാലത്തിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരു വണ്ടി ഇതാ ഇവിടെ GSB തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കോൺക്രീറ്റിന്റെ വർക്കുകൾ ഇപ്പോൾ നമ്മുടെ വർക്കേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉപ്പളയും ഈ ഷിറിയമാണ് ഇനിയിപ്പോൾ വർക്ക് കുറച്ചൊക്കെ തീരേണ്ട സ്ഥലമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഏതാണ്ട് കഴിഞ്ഞു. ഇത് നമ്മുടെ സുഭാഷ് ഏട്ടൻ്റെ വണ്ടിയാണ്. സുഭാഷ് ഏട്ടൻ തട്ടിപ്പോയി. ഇനി നമുക്ക് കയറ്റി തട്ടണം. ഇപ്പോഴേ നമ്മൾ ഷിറിയ ലോഡും തട്ടി ഇപ്പൊ നേരെ പോകുന്നത് മൊഗ്രാൽ അണ്ടർപാസിന്റെ അടുത്താണ്. അവിടെ നമുക്ക് ചെറിയ മണ്ണ് കട്ടിങ്ങും അതുപോലെ തന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. ഞാനും നിതിൻ CVയും കൂടി നേരെ പോകുന്നത് അവിടേക്കാണ്. നമ്മളിപ്പോ കുമ്പള ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം തിരക്കുകളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മളെ ഫൈനൽ ലെവൽ താറിങ് ചെയ്തു വെച്ച സ്ഥലങ്ങളാണ്. നല്ല അടിപൊളി റോഡാണ്, വെച്ച് പിടിക്കാം. പക്ഷെ എങ്കിലും എന്താ മൊത്തത്തില് വർക്ക് കഴിഞ്ഞു വരുന്നേ ഉള്ളൂ. ഓരോ ഘട്ടമായിട്ട് ഇപ്പോ താറിങ് നടക്കുന്നേ ഉള്ളൂ. നമ്മുടെ കുമ്പള പമ്പിന്റെ അടുത്തുള്ള ഫോട്ടോർ ബ്രിഡ്ജിന്റെ പണികൾ ഇതാ ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞങ്ങളിതാ നേരെ മൊഗ്രാൽ അണ്ടർപാസിന്റെ അടിയിലായിട്ട് കയറി പോകുന്നുണ്ട്. അപ്പൊ എവിടെയോ ആണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പൊ നേരെ പോയാലേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നേരെ ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേ നമ്മള് നമ്മുടെ സൈഡിലെത്തിയിട്ടുണ്ട്. ഇതാണ് മൊഗ്രാൽ അണ്ടർപാസേജ്. നമ്മുടെ വണ്ടി ഇതാ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് കട്ട് ചെയ്ത് പോകണം. കുറച്ച് ഏരിയ നമുക്ക് കട്ട് ചെയ്ത് ശരിയാക്കണം. നമ്മുടെ ഇറ്റാച്ച് ഇത് ഇവിടെ മൊത്തത്തിൽ ലെവലാക്കി വരികയാണ്. നമ്മുടെ വോൾവോയുടെ EC 210 DL എന്ന് പറഞ്ഞൊരു മോഡലാണിത്. അപ്പോൾ ഇതാ തൽക്കാലം ഇതുവഴി ടെമ്പററി ആയിട്ടൊരു റോഡ് ഉണ്ടാക്കി കൊടുക്കണം ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. എന്നിട്ട് ശേഷം വേണം നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ. അപ്പോൾ പരിപാടി എല്ലാ ഏരിയയിലുള്ള സർവീസ് റോഡായാലും മെയിൻ റോഡായാലും നമ്മുടെ വർക്ക് പരമാവധി സ്പീഡിൽ നമ്മൾ തീർത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ മൊഗ്രാൽ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ താറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മൊത്തം കട്ട് ചെയ്ത് ഇളക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട്. നമ്മൾ
നമ്മുടെ ഇറ്റാച്ചി ഇതവിടെ കട്ട് ചെയ്ത് ഇളക്കുകയാണ്. അതേപോലെ നമ്മുടെ JCB ഇതവിടെ വഴി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രത്തോളം റോഡിന്റെ വർക്ക് നമ്മൾ കഴിച്ച് കൂട്ടിയിട്ടുണ്ട്. മൊത്തം എലക്ഷനൊക്കെ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ടെമ്പററി ആയിട്ട് ഇതുവഴി റോഡ് ഉണ്ടാക്കണം. അപ്പം നമ്മുടെ ഓരോ വർക്കും ഒരുപാട് റിസ്ക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കണം എന്നുള്ളൊരു ടെൻഡൻസിയാണ്. അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലോട്ടാണ് നമ്മുടെ ഇറ്റാച്ചി ഇപ്പോൾ നിലവിലുള്ള മൊഗ്രാലുള്ള സർവീസ് റോഡ് കട്ട് ചെയ്ത് ഇടുന്നത്. നമ്മുടെ ഇറ്റാച്ചി ഇവിടുന്ന് വാരിക്കോരി ഇടുന്നുണ്ട്. സൈഡിൽ കൂടെ ഒക്കെ ലൈനും കാര്യങ്ങളൊക്കെ തന്നെ പോകുന്നതുകൊണ്ട് കുറച്ച് റിസ്ക് ആണ് കേട്ടോ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ അഖിലാടനാണ് ഇതിൻ്റെ ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടെമ്പററി ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇത്രത്തോളം കട്ട് ചെയ്താക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി ചെറിയൊരു ഗ്യാപ്പ് വെച്ചിങ്ങനെ ലോഡ് ചെയ്തുകൊണ്ട് പോവാണ്. നമ്മുടെ റോളറൊക്കെ ഇതാ സൈഡിലൂടെ പോകുന്നുണ്ട്. ദൂരെയായിട്ട് നമ്മുടെ ചെറിയ വണ്ടികളൊക്കെ ഇതാ പണിയെടുക്കുന്നില്ല കേട്ടോ. നമ്മളിവിടുന്ന് ഇങ്ങനെ റിസ്ക് എടുത്ത് കട്ട് ചെയ്ത് പോവുകയാണ്. ഇനിയിപ്പോൾ ഇത് മൊത്തം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വേണം നമ്മുടെ റോഡിൻ്റെ സർവീസ് റോഡിൻ്റെ ലെവലിലോട്ട് താഴ്ത്തിയതിന് ശേഷം GSB-WM ഒക്കെ അടിച്ച് നമുക്കിവിടെ മൊത്തം താറിങ്ങിൻ്റെ ലെവലിലോട്ട് പെട്ടെന്ന് തന്നെ നോക്കണം. അതിൻ്റെ ഒരു പരിപാടിയിലാണ്. മൊത്തം ഇഞ്ചോടിഞ്ച് പരിപാടിയാണ് കേട്ടോ. സൈഡിലുള്ള ആറിവാള് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ പോസ്റ്റ് നോക്കണം. ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഇറ്റാച്ചി കറക്കി അടിക്കാൻ പറ്റും. ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ലോഡ് തട്ടേണ്ട സ്ഥലം നമ്മുടെ മൊഗ്രാൽ പാലത്തിൻ്റെ അടിയിലായിട്ടാണ്. അപ്പം നമ്മൾ നേരെ ഇതാ മൊഗ്രാൽ പാലത്തിൻ്റെ അടിയിലോട്ട് വെച്ച് പിടിക്കുകയാണ്. അധികം ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതാ എമഷൻ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സർവീസ് റോഡ്. മാരുതി സുസുക്കിൻ്റെ സർവീസ് സെൻ്ററൊക്കെ ഇതാ ഈ ഏരിയയിലാണ് വരുന്നത്, പാലത്തിനടുത്തായിട്ട്. നമ്മുടെ സർവീസ് റോഡ് ഇവിടം വരെ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പാലാണ്. പാലത്തിൻ്റെ മൊത്തം വർക്കും കഴിഞ്ഞാണ് കേട്ടോ. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ, അതുവഴി ഇങ്ങനെ കൊണ്ടുപോകണം. നമ്മുടെ മൊഗ്രാൽ പാലത്തിൻ്റെ അടിയിലുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ മൊഗ്രാൽ പാലത്തിൻ്റെ അടിഭാഗം. അപ്പോൾ അതാ ദൂരെയായിട്ട് തോണികളിൽ മണലൊക്കെ വന്ന് അതിപ്പോൾ ഓരോ വണ്ടികളിലായിട്ട് ലോഡ് ചെയ്യുന്ന കാഴ്ച കാണാം. നമ്മുടെ വണ്ടി ഇത് അവിടെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അവിടെ ലോഡ് തട്ടണം. നമ്മുടെ താറിങ് പരിപാടികൾ ഇതേ ഇവിടെ നല്ല കാര്യമായിട്ട് നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ പരിപാടികൾ നടക്കുന്നത്. അപ്പം നമ്മുടെ എല്ലാ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
നമ്മുടെ ഇറ്റാച്ച് ഇത് ഇവിടെ മൊത്തം തകർത്ത് അടിച്ച് നിരത്തുകയാണ്. അപ്പൊ നമ്മുടെ കട്ടിങ് ഇതാ ഇവിടെ തന്നെ ഉള്ളൂ. ഇവിടെ വരെ താറിങ് ഒക്കെ കഴിഞ്ഞ ഏരിയയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് റെഡിയാക്കണം. നമ്മുടെ റോഡൊക്കെ ഇതാ കംപ്ലീറ്റ് ഇളക്കിയിട്ടിട്ടുണ്ട്. ഇനിയിത് ഒന്നുകൂടെ കട്ട് ചെയ്ത് ലെവൽ ചെയ്യണം. നമ്മളിപ്പോൾ മുകളിലുള്ള പഴയ താറും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. ഇത്രത്തോളം കട്ട് ചെയ്ത് ഇനി നമ്മുടെ മണ്ണ് കട്ട് ചെയ്ത് ഫോർമേഷൻ്റെ പരിപാടികൾ നോക്കണം. അടുത്ത ഘട്ടം അതാണ്. ഇവിടെയൊക്കെ നമ്മുടെ വർക്കേഴ്സ് ഡ്രൈനേജിന്റെ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴിതാ ഇവിടം വരെയാണ് നമ്മുടെ കട്ടിങ് വരുന്നത്. അപ്പൊ ഈ ഭാഗത്തുള്ള താറൊക്കെ ഇനി കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ നമ്മുടെ ഇറ്റാച്ച് ഇവിടെ കാര്യമായി ഇത് പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മൊഗ്രാൽ 100% സൈഡിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മൊഗ്രാൽ പാലത്തിന്റെ മുകളിലാണ് ഇപ്പോൾ താറിങ് വർക്ക് നടക്കുന്നത്. നേരെ പാലത്തിന്റെ മുകളിലായിട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം ഘട്ടം നമ്മുടെ താറിന്റെ വേസ്റ്റൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി മണ്ണ് കട്ട് ചെയ്ത് ഒഴിവാക്കണം. നമ്മുടെ വണ്ടി ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ ഇറ്റാച്ച് ഇതാ ലോഡുമായി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ താറിങ് ഇതാ മൊഗ്രാൽ പാലത്തിന്റെ അടുത്തായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സിറിയ പാലവും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഇതാ വൺ സൈഡ് ഒന്നാമത്തെ പേപ്പർ വലിച്ച് അങ്ങോട്ട് പോയി. ഇപ്പൊ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. ഇനി ഈ പേപ്പർ തന്നെ മറ്റു സൈഡും വലിക്കണം. അതുപോലെ തന്നെ ഇതാ ഇവിടെയൊക്കെ ഫസ്റ്റ് ലെയർ വലിക്കാനുണ്ട്. അതൊക്കെ ഇനിയിപ്പോ ചെയ്ത് തീർക്കണം. നമ്മുടെ വർക്ക് ഇപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയാണ് കേട്ടോ. ഈ മാസം ഇനി അത്ര ദിവസമേ ഉള്ളൂ അല്ലേ. ഒരു മാസത്തിനുള്ളിൽ ഏതാണ്ട് പരിപാടി മൊത്തം കംപ്ലീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതേമാതിരിയാണ് ഇപ്പോൾ വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തെ പേവറും അതുപോലെ തന്നെ PTR ഒക്കെ ഇതാ ഇവിടെ കിടപ്പുണ്ട്. അപ്പോഴേ നമ്മുടെ ലോഡ് ഇവിടെയാണ് കേട്ടോ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ താറിങ് ദൂരെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേ നമ്മൾ മണ്ണൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിയില്ല, എത്രത്തോളം ആയിട്ടുണ്ട്. നമ്മുടെ ഇറ്റാച്ച് ഇതാ തകൃതിയായിട്ട് കട്ട് ചെയ്ത് പോവാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡ്രെയിനേജിന്റെ വർക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സുജിത്താണ് കേട്ടോ ഇത്. ഇപ്പൊ മൂപ്പർ ലെവലൊക്കെ നോക്കി നല്ല സെറ്റാക്കുന്നുണ്ട്. നല്ല അടിപൊളി മണ്ണാണ് ഇതിന്റെ താഴ. നല്ല ചൊകാന്ന് ചുവന്നിരിക്കുന്ന നല്ല അടിപൊളി മണ്ണ്. പകിലാട്ടിനിങ്ങനെ വാരിക്കോരി നമ്മുടെ ടിപ്പർ ലോഡായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഇറ്റാച്ചി ഇങ്ങനെ കട്ട് ചെയ്ത് പോവാണ്. ഇത്രത്തോളം കട്ട് ചെയ്തു. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഇങ്ങനെ ലോഡാക്കി വിടുകയാണ് കേട്ടോ.